നിങ്ങൾക്കും ഇതേപോലെ നിങ്ങൾക്കും കളർ ബുക്ക് അപ്ലോഡ് ചെയ്ത് ആമസോൺ KDPയിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ആമസോൺ അക്കൗണ്ടിൽ നമുക്ക് KDP രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഓൺ ചെയ്യാനും ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനും നിങ്ങൾക്ക് അത് സഹായകമാകുന്നതാണ് ഗൈസ്. അപ്പോൾ ഗൈസ് വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നാലേ നിങ്ങൾക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് കുട്ടികളെ കളറിംഗ് ബുക്ക് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതും എങ്ങനെയാണ് ആമസോൺ KDPയിൽ ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് ആൻഡ് രജിസ്ട്രേഷൻ ഈ ഒരു വീഡിയോയിലൂടെ മുഴുവനായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീട്ടിൽ നിന്ന് ജോലി ചെയ്ത് പണം സമ്പാദിക്കണോ? സ്കില്ലില്ലെങ്കിലും തുടങ്ങാം. ഡെയിലി ഇൻകം അവസരം. ഓൺലൈൻ ജോബ്സ് അറിയാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗൈസ് അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിൽ കയറി കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്കാണ് നിങ്ങൾ എത്തുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും ജോയിൻ ആമസോൺ KDP എന്ന് നിങ്ങൾ കാണാൻ കഴിയും. ഇവിടെ സൈൻ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷനും മൾട്ടിപ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് എത്രത്തോളം എങ്ങനെയൊക്കെയാണ് സെൽഫ് ഏർണിങ്സ് കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ സ്റ്റോറി ബുക്ക് അതുപോലെ തന്നെ നോവൽ എന്തെല്ലാം കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. കളറിംഗ് ബുക്കുകൾ, കുട്ടികളെ സ്റ്റോറി ബുക്കുകൾ, അതുപോലെ തന്നെ സീരീസുകൾ ഇതെല്ലാം ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ വിശദീകരണമാണ് ഇതിൽ പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്കത് വായിച്ചു നോക്കാം. നമ്മുടെ ഇന്നത്തെ വിഷയം എങ്ങനെയാണ് KDPയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ഹൗ ടു രജിസ്റ്റർ ഇൻ KDP. അപ്പോൾ നമ്മൾ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ KDP എന്ന് കൊടുക്കാം. നേരെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോസിലേക്ക് നമ്മൾ അപ്ലൈ ആവുന്നതാണ്. അപ്പോൾ ഗൈസ് 2-3 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. യെസ് ഗൈസ്, ഇവിടെ നമ്മുടെ ആ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു സംഭവം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുകളിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പേര് നമുക്ക് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നമ്മുടെ മുകളിൽ തന്നെ നമ്മുടെ പേര് നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഇമെയിൽ ID ക്രിയേറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 6 ക്യാരക്ടർ പാസ്വേഡ് നിങ്ങൾ കൊടുക്കണം. ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അക്കങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ളത്. ആ പാസ്വേഡിനെ നിങ്ങൾ മറക്കാതെ തന്നെ റീ എൻട്രി ചെയ്യുക. ക്രിയേറ്റ് യുവർ KDP അക്കൗണ്ട്. അതിനുശേഷം ഫ്രണ്ട്സ് നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും. ഞാനിവിടെ കുറച്ച് ബുക്കുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ empty ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് ഫ്രീ ആയിട്ട് കാരണം കാണാൻ കഴിയാം. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് മുകളിൽ യുവർ അക്കൗണ്ട് എന്നുള്ള ഭാഗം കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. യെസ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഒന്ന് ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനാണ്. നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് വെരിഫൈ ചെയ്യാം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽ, നമ്മുടെ പേരും കാര്യങ്ങളും അഡ്രസ്സും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ടാക്സ് ഇൻഫർമേഷൻ വളരെ സിമ്പിളാണ്. എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ചതിന് ശേഷം കറക്റ്റായിട്ട് നിങ്ങൾ കൊടുത്താൽ മതി. വേറെ അവിടെ എഴുതി ചേർക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽ നിന്നെടുത്ത് നിങ്ങൾ ഒന്നാമത്തെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നിങ്ങളിവിടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ ഓപ്ഷനാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആഡ് ബാങ്ക് അക്കൗണ്ട് എന്ന് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാവുന്നതാണ്. ബാങ്കിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ അക്കൗണ്ടും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. വിത്തിൻ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അല്ലെങ്കിൽ 1 അവറിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ആമസോൺ KDP അക്കൗണ്ട് ക്ലിയർ ആയിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് ന്യൂ ടൈറ്റിൽ ഓർ സീരീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ബുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ബുക്കിൻ്റെ കവർ, എങ്ങനെയാണ് അപ്ലോഡ് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ചെയ്തതാണ്.
അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്കത് ചെക്ക് ചെയ്തിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള കേസ് വളരെ സിമ്പിളാണ് ആമസോൺ KDP അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.